പത്തനംതിട്ട കോന്നിയിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. കോന്നി ആനക്കൂട്ടിലാണ് സംഭവം. പാപ്പാൻ മോഹനൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? പത്തനംതിട്ടയിൽ കോന്നിയിലാണ് ഇത്തരത്തിൽ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നത്. കോന്നി ആനക്കൂട്ടിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മോഹൻ പിള്ളയായ പാപ്പാനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഇത്തരത്തിലൊരു ഇതുണ്ടാകുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് പൊതുജനങ്ങൾക്കും അതുപോലുള്ള ആൾക്കാർക്കും ഒക്കെ ആനയെ കാണുകയും ആനയുടെ വിവിധ തരത്തിലുള്ള മ്യൂസിയം, ആനക്കൂട് മ്യൂസിയം, അടവി പുട്ടവഞ്ചി സവാരി ഭാഗമായി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി കോന്നിയിലെ ടൗണിനോട് ചേർന്നാണ് 1.5 ഏക്കർ സ്ഥലത്ത് ഈ സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ പോലും നമുക്ക് അപ്രതീക്ഷിതം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ അവിടുത്തെ തന്നെ ഈ പരിപാലിച്ച് വളർത്തുന്ന ഒരു ആന പാപ്പാനെ കൊത്തിക്കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണികളായി എത്തുന്നവരുടെ മുമ്പിൽ പോലും അക്രമ സ്വഭാവം അവിടുത്തെ ആനകളൊന്നും തന്നെ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രിയദർശിനി എന്ന് പറഞ്ഞ ഒരു പിടിയാനയ്ക്കാണ് അവിടുത്തെ മോഹനൻ നായർ തന്നെ പാപ്പാൻ തീറ്റ കൊടുത്തതിന് ശേഷം അദ്ദേഹം മാറി എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തുമ്പിക്കയിൽ ഒരു മുറിവ് പോലെ ഈ പിടിയാനയുടെ മുറിവ് പോലെ കണ്ടു. അപ്പം അടുത്ത് ചെന്നിട്ട് സ്നേഹത്തോടെ തലോടി ഈ തുമ്പിക്കയിൽ മുറിവ് പറ്റിയെന്ന് നോക്കാൻ വേണ്ടി ഈ തുമ്പിക്കയ്ക്ക് പിടിക്കുമ്പോഴാണ് ആന ഈ ഇടിച്ച് താഴെയിട്ട് ചവിട്ടിക്കൊന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് ആൾക്കാരും വനപാലകരൊക്കെ എപ്പോഴും അവിടെ ഇങ്ങനെ നടക്കുകയും ഈ ആനക്കൂട് കാണാൻ വരുന്നവരെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം കേട്ട് ഓടിക്കൊടുക്കുമ്പോഴാണ് ആനയെ പിന്നെ അവിടുന്ന് ഈ ബഹളം വെച്ച് മാറ്റിയതിനു ശേഷം മോഹനൻ നായരെ കോന്നി അവിടെ ഈ ആനക്കൂടിന് സമീപത്ത് തന്നെയുള്ളതാണ് കോന്നി ചേരിമുക്ക് എന്ന് പറയും. ഈ ചേരിമുക്ക് സ്വദേശിയാണ് മോഹനൻ പിള്ള എന്ന അദ്ദേഹം വർഷങ്ങളായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള പാപ്പാനാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് പിന്നെയും അന്വേഷണത്തിൽ വ്യക്തമാകുള്ളൂ. ഉടൻ തന്നെ വനപാലകരും മറ്റുമൊക്കെ ഈ പരിക്ക് പറ്റിയ മോഹനൻ നായരെ കോന്നിക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പൊ കോന്നി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മോഹൻ നായരുടെ മൃതദേഹം. ഇനിയും വനം വകുപ്പും മറ്റുമൊക്കെ ഇതിന്റെ അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. എന്നാലും നമ്മൾ ഞെട്ടലുണവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ ആനക്കൂട് സംരക്ഷിക്കുകയും ആന കാണാനെത്തുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും അവിടുത്തെ വളർത്തി പരിപാലിക്കുന്ന ഒരു നാട്ടാനയുടെ ആക്രമണത്തിൽ പാപ്പാൻ കൊല്ലപ്പെടുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്.